Hello Makkals, welcome back to Zala Learning. It's me Sri Bhama SB. Hi മക്കളെ, എല്ലാ മക്കളും അടിപൊളിയായിട്ട് ഉഷാറായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ പരീക്ഷയല്ലേ, ഇനി പബ്ലിക് എക്സാമിന് ഡേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇതാ എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ എക്സാം ഡേറ്റും കാര്യങ്ങളുമാണ്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കണം, സെറ്റായിട്ട് പഠിക്കണം. എക്സാമിൻ്റെ തിരക്കിലായിരിക്കും നിങ്ങൾ എല്ലാവരും അറിയാം. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളായിട്ടാണ്. ഇനി നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടത് ക്വസ്റ്റ്യൻസുകളാണ് അല്ലേ. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ പണ്ട് പഠിച്ചതൊക്കെ ഓർമ്മിക്കണേ, കാരണം ഫസ്റ്റ് ടെക്സ്റ്റ് മുതൽ ഫസ്റ്റ് പാർട്ട് മുതൽ സെക്കൻഡ് പാർട്ട് വരെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസുകൾ വരാം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇമ്പോർട്ടൻ്റാ, സെക്കൻഡ് പാർട്ട് ഇമ്പോർട്ടൻ്റാ, എല്ലാം ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് പാർട്ട് മറന്നുപോയ സാധനങ്ങൾ നമുക്കൊന്ന് പൊടി തട്ടിയെടുക്കാം. അപ്പോൾ ഒന്നാമത്തെ പാർട്ടിൽ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് ക്വസ്റ്റ്യൻസുകൾ മക്കൾ അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയെ ജീവനുള്ളവ ജീവനില്ലാത്തവ എന്നിവ തരംതിരിക്കുക. വായു, തവള, മണ്ണ്, പുൽച്ചാടി, പാമ്പ്, കാറ്റ്, വെള്ളം, മീന്. ആ ചിത്രം നിരീക്ഷിച്ച് 3 ആഹാര ശൃംഖലകൾ എഴുതാനും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 3 ഫുഡ് ചെയിൻസസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ക്ലാസിഫൈ ചെയ്യാനും ലിവിങ് ആൻഡ് നോൺ ലിവിങ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ മക്കളെ നമ്മൾ ചെയ്യുക? എന്താ ലിവിങ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ലിവിങ് അല്ലേ, നമ്മളൊക്കെ ജീവനുള്ളവയല്ലേ. ജീവനുള്ളവ എന്ന് പറയുമ്പോൾ ശ്വാസമൊക്കെ എടുക്കുന്ന, റെസ്പിറേഷൻ ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ജീവനുള്ളവ അല്ലേ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മീന്, ഫിഷ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആൻഡ് ആമേനെ നമുക്ക് വേണമെങ്കിൽ പറയാം. ജീവജാലങ്ങളെ, പ്ലാന്റ്സുകളെ പറയാം. അതുപോലെ തന്നെ ആനിമൽസിനെ പറയാം. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ജീവനുള്ള ലിവിങ് തിങ്സ് ആണ് അല്ലേ. നമുക്കൊക്കെ ജീവനില്ലടാ, നമ്മളൊന്നും ജീവനില്ലാത്ത ആളുകളല്ലോ, നമ്മളൊക്കെ ശ്വസിക്കുന്ന ആളുകളാണ്. സോ നമുക്കൊക്കെ ജീവനുണ്ട്, ലിവിങ് തിങ്സ് ആണ്. അതേ സമയത്ത് ഞാനൊരു കല്ല്, ഒരു സ്റ്റോണ് കൊണ്ടുവന്നിട്ട് അവരോട് സംസാരിക്കാം. സ്റ്റോണിനോട് തിരിച്ച് സംസാരിക്കോ? ഉണ്ടോ? ജീവനുണ്ടോ? ജീവനില്ല. കാറ്റടിക്കുമ്പോൾ കാറ്റീ നീ വീശരുത് ഇപ്പോൾ പറഞ്ഞ കാറ്റ് കേൾക്കുവോ? കേൾക്കില്ല. കാരണം കാറ്റ് അല്ലെങ്കിൽ വിൻഡ്, വാട്ടർ, സൺലൈറ്റ്, സോയില്, ഇവർ പറയുന്ന ആളുകളൊക്കെ എന്താ മക്കളെ? നോൺ ലിവിങ് തിങ്സ് ആണ്, ജീവനില്ലാത്തവയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ജീവനുള്ളവ, ജീവനില്ലാത്തവ എന്ന് രണ്ടായിട്ട് നമുക്ക് നമ്മുടെ ചുറ്റും കാണുന്ന സാധനങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ ഒരു ടിഷ്യൂ പേപ്പർ ജീവനുണ്ടോ? ജീവനില്ല. ഇതിന് ജീവനുണ്ടോ? ജീവനില്ല. അതേസമയം മിസ്സിന് ജീവനുണ്ടോ? ജീവനുണ്ട് അല്ലേ. അപ്പൊ ജീവനുള്ളവ ജലസസ്യം, നീർക്കോലി, ചെറുമീന്, ആമ, പായല, ഞണ്ട്, അവളൊക്കെ പറയാം. ജീവനില്ലാത്തവ എയർ, സോയില്, വാട്ടർ, സ്റ്റോൺ ഒക്കെ എന്തിനുള്ള എക്സാമ്പിൾ ആണ്? ജീവനില്ലാത്തവയ്ക്കുള്ള എക്സാമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പൊ അടുത്തത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പ്ലാന്റ്, ഡിയർ, ഡാഷ്. പ്ലാന്റ്, റാബിറ്റ്, ഡാഷ്. പ്ലാന്റ്, ഗ്രാഷോപ്പർ, ഡാഷ്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. സസ്യം, മാന്, ഡാഷ്. സസ്യം, മുയല്, ഡാഷ്. സസ്യം, പുൽച്ചാടി, ഡാഷ്. ആൻഡ് ആഹാര ശൃംഖല ജാലം എന്നാൽ എന്താ എന്നൊരു ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. പറയണം മക്കളെ. പ്ലാന്റ്, സസ്യത്തെ ആര് തിന്നുന്നു? സസ്യത്തിനെ മാന് തിന്നുന്നു. മാന് സസ്യ ബുക്കാണെന്ന് നമുക്കറിയാം. മാൻ എന്ത് ചെയ്യാണ്? അവിടെ കാണുന്ന പുല്ലിനൊക്കെ അമ്മന്ന് തിന്നുന്നുണ്ട്. ആ മാനിനെ ആര് തിന്നുന്നുണ്ട്? മാനിനെ കടുവ തിന്നുന്നുണ്ട്, സിംഹം തിന്നുന്നുണ്ട്. ആരെ വേണേലും എഴുതി വെക്കാം. ആൻഡ് മുയല് ക്യാരറ്റ് തിന്നു, കുഞ്ഞു കുഞ്ഞായിട്ടുള്ള പ്ലാന്റ്സിനെ തിന്നു. അതിനെ ആര് തിന്നും? അതിനെ ഇതേപോലെ വല്ല പറയുകയാണെങ്കിൽ കടുവയോ സിംഹോ പുലിയോ എന്തെങ്കിലുമൊക്കെ തിന്നു അല്ലേ. ആൻഡ് സസ്യം തിന്നുന്ന, പ്ലാന്റ് തിന്നുന്ന ഗ്രാസ്ഹോപ്പർ ഉണ്ട്, പുൽച്ചാടി ഉണ്ട്. പുൽച്ചാടിനെ തിന്നുന്ന ഫ്രോഗ് ഉണ്ട്. തവളകൾ പുൽച്ചാടികളെ തിന്നുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ ഇങ്ങനെ ഓരോരോ സാധനങ്ങളും പരസ്പരം ഇങ്ങനെ ആശ്രയിച്ചിട്ടായിരിക്കുന്നത്. ഒരാളെ തിന്നുന്നു, അടുത്താളെ തിന്നുന്നു. അങ്ങനെ തിന്ന് പോവാണ്. ഇങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്ന ഒരു പേരാണ് നമ്മൾ പറഞ്ഞ ഫുഡ് ചെയിൻ എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. ആഹാര ശൃംഖല എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഗ്രാസിനെ തിന്നുന്ന ഡിയറിനെ തിന്നുന്ന ടൈഗർ ഒരു എക്സാമ്പിൾ ആണ്. എന്തിനുള്ള എക്സാമ്പിൾ? ആ ഫുഡ് ചെയിനുള്ള എക്സാമ്പിൾ ആണ്. ആൻഡ് അതുപോലെ ഒരുപാട് എക്സാമ്പിളുകൾ ഉണ്ട്. ഇതിനെയൊക്കെയാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയുക. ഇങ്ങനെയുള്ള കുറേ ഫുഡ് ചെയിനുകൾ ചേർന്ന് കഴിഞ്ഞാൽ ആഹാര ശൃംഖലയ്ക്കായിട്ട് പരസ്പരം ആശ്രയിക്കുന്ന ഇതുപോലെയുള്ള ഒരു ബന്ധത്തിനെ നമുക്ക് ഫുഡ് വെബ്, ആഹാര ശൃംഖല ജാലം എന്ന് പറയാം. ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൂടിയിട്ട് അതിനെ നമുക്ക് ഫുഡ് വെബ്, ആഹാര ശൃംഖല ജാലം പറയാം. കണ്ടോ? ഇത് ഫുഡ് വെബ് നോക്കുക. പുല്ല് തിന്നുന്ന മുയലെ തിന്നുന്ന കുറുക്കനെ തിന്നുന്ന ഹോക്ക്. ഇതൊരു ഫുഡ് ചെയിൻ. അതേപോലെ പുല്ല് തിന്നുന്ന എലിയുണ്ട്, എലിനെ തിന്നുന്ന മൂങ്ങയുണ്ട്, മൂങ്ങയെ തിന്നുന്ന ആരുണ്ട്? മൂങ്ങേനെ വേറെ ആരെങ്കിലും തിന്നുമായിരിക്കും. ഓക്കെ, അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ കുറെ എണ്ണം കൂടി ചേർന്നിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ളതിനെ ദ ലിവിങ് തിങ് ഡിപ്പെൻഡ് ഓൺ അനദർ ഫോർ ഫുഡ്, ഈ ഇന്റർ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫുഡ് വെബ് അല്ലെങ്കിൽ ആഹാര ശൃംഖല ജാലം എന്ന് പറയാം. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ് പറഞ്ഞത്. ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏത്? ഓറഞ്ച് നൽകുന്നത് ആര്? സാന്തോഫിൽ ഏതാണ് എന്നാണ്.
പൊതുവേ നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള ഇലകൾ നോക്കിയാൽ ഒക്കെ പച്ച കളറിലാണ് കാണുക. ഹരിതകം അല്ലെ, ക്ലോറോഫിൽ എന്ന് പറയുന്ന ആളാണ് ഇലകൾക്ക് പച്ച കളർ കൊടുക്കുന്നത് നമുക്കറിയാം. എന്നാൽ ചുവന്ന കളറിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, പലപ്പോഴും ഓറഞ്ചിഷ് ചുവപ്പ് കളറിലൊക്കെ ഇലകൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അത് പിഗ്മെന്റ് വർണ്ണകങ്ങളാണ് സഹായിക്കുന്നത്. ക്ലോറോഫിൽ ചേട്ടൻ എന്താണ് ചെയ്യുന്നത്? ഗ്രീൻ കളർ കൊടുക്കുന്നു. ഹരിതകം എന്ന് പറയുന്ന ആള് പച്ച കളർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹരിത, പച്ച. ആലോചിക്കാൻ സിമ്പിൾ അല്ലേ? ഹരിത എന്ന് പറയുമ്പോൾ തന്നെ ഹരിത, പച്ചപ്പ്, ഹരിതാഭം ഇതൊക്കെ പറയില്ലേ? അപ്പൊ പച്ച എന്ന് ആലോചിക്കാം. അടുത്തത് സാന്തോഫിൽ ആണ്. സാന്തോഫിൽ എന്ന് പറയുന്ന യെല്ലോ കളറ്, കറൂട്ടി യെല്ലോയിഷ് ഓറഞ്ച്, ആന്തോസൈനിൻ റെഡ്. ഇത് പഠിക്കാൻ സിമ്പിളാ. സാന്തോഫിൽ എന്ന് പറയുന്ന ആള് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഓർക്കാൻ വേണ്ടി മിസ് ട്രിക്ക് പറഞ്ഞുതരാം. ക്രിസ്മസ് എന്ന് ആലോചിക്കാം. ക്രിസ്മസ് സമയത്ത് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ സാന്തോഫിൽ. അപ്പൊ യെല്ലോ കളറിൽ ഞാൻ സ്റ്റാർ ഇടാണ് ക്രിസ്മസിന് യെല്ലോ സ്റ്റാർ. അപ്പൊ സാന്തോഫിൽ യെല്ലോ കളർ. എന്നിട്ട് ക്രിസ്മസ് ഒക്കെ നടക്കുന്ന സമയത്ത് കരോള് വരാണ്. കരോൾ എന്ത് ചെയ്യാണ്? ജിംഗിൾ ബാൽസ് പറഞ്ഞ് കരോള് വരാണ്. അപ്പൊ കരോള് വരുന്ന സമയത്ത് സ്റ്റാർ കണ്ടപ്പോ നമ്മുടെ കരോളില് സാന്തയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. സാന്ത പറഞ്ഞു അത് യെല്ലോയിഷ് ഓറഞ്ച് ആക്കി മാറ്റൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ കരോട്ടിൻ അല്ലെങ്കിൽ കരോൾ എന്ന് പറയുമ്പോൾ കരോട്ടിൻ എന്ന് ആലോചിക്കുക, അത് യെല്ലോയിഷ് ഓറഞ്ച് ആണെന്ന് ആലോചിക്കാം. ആൻഡ് ലാസ്റ്റ് വൺ, അങ്ങനെ ആരുടെ വീട്ടിലോട്ട് കരോള് കയറി ചെന്നത്? ആന്റപ്പൻ ചേട്ടന്റെ വീട്ടില്. ആന്റപ്പൻ ചേട്ടൻ ദേഷ്യപ്പെട്ട് നിൽക്കുക. ആന്റപ്പൻ ചേട്ടൻ റെഡ് കളറാ. ദാറ്റ് മീൻസ് ആന്തോസൈനിൻ എന്ന് പറയുന്നത് റെഡ് കളറാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് ആലോചിച്ചടി. ചുവപ്പ് എന്ന് പറയുന്നത് ആന്തോസൈനിൻ ആണ്, ഓറഞ്ച് കരോട്ടിനാണ്, മഞ്ഞ സാന്തോഫിൽ ആണ്. ഇങ്ങനെ ഓരോരോ പിഗ്മെന്റ്സ് ഉള്ളത് കൊണ്ട്, വർണ്ണകങ്ങൾ ഉള്ളതുകൊണ്ടാണ് കളറുകൾ ഇലകൾക്ക് കിട്ടുന്നത് എന്നുള്ളതും എന്റെ മക്കള് പഠിച്ചു വെക്കുക. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. റെഡി അല്ലേടാ? സെറ്റ് അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്ത വസ്തുക്കളെ അനുയോജ്യമാവിധം പട്ടികപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞത്. ലീഫ്, വാക്സ്, ഐസ്, കോയിന്, അയേൺ, നീല, അങ്ങനെ കുറേ സാധനങ്ങൾ എന്റെ മക്കൾക്ക് തന്നിട്ടുണ്ട്. ഇതിനെ നിങ്ങൾ അനുയോജ്യമായ രീതിയിൽ പട്ടികപ്പെടുത്തണം. ഒന്ന് ആലോചിച്ചിട്ട് പറ. ലീഫ്, വാക്സ്, ഐസ്, കോയിന്, അയേൺ, നീല, വുഡ്, ബലൂൺ ഒക്കെയാണ് തന്നിട്ടുള്ളത്. ഇതിനെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? സിങ്കിങ് ആൻഡ് ഫ്ലോട്ടിങ്, മുങ്ങുന്നവ പൊങ്ങുന്നവ എന്നുള്ള രീതിയിൽ വെള്ളത്തിൽ ലയിക്കുന്നതിനനുസരിച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലേ? എങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റും? ചില സാധനങ്ങൾ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്നതുണ്ട്, ചിലത് സിങ്ക് ചെയ്യുന്നതുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ബലൂണ് ആൻഡ് പ്ലാസ്റ്റിക്കിന്റെ ബോട്ടില്, ഈ സാധനങ്ങളൊന്നും വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങളായതുകൊണ്ട് അതൊക്കെ ഫ്ലോട്ട് ചെയ്ത് പൊന്തിക്കിടക്കുന്ന സാധനങ്ങളാണ് വെള്ളത്തിൽ. അതേസമയം ഞാനൊരു മെറ്റൽ, അപ്പൊ ഗോൾഡിന്റെ ഒരു വലിയ കട്ട എടുത്ത് വിചാരിച്ചോ, ഗ്ലാസിന്റെ ഒരു കട്ട എടുത്ത് വിചാരിച്ചോ, കല്ലിന്റെ ഒരു കട്ട എടുത്ത് വിചാരിച്ചോ, അത് വെള്ളത്തിൽ മുങ്ങല്ലേ ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് അത് സിങ്ക് ചെയ്യല്ലേ ചെയ്യാ. അങ്ങനെ മുങ്ങുന്നവാ പൊങ്ങുന്നവാ എന്ന് പറഞ്ഞിട്ട് രണ്ട് തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അല്ലെ? മുങ്ങുന്നവ പൊങ്ങുന്നവ. ഇപ്പൊ ഈ പറയുന്ന ബോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ടോയ്സ് ആയിക്കോട്ടെ, അതൊക്കെ എന്ത് ചെയ്യും? പൊന്തിക്കിടക്കുന്ന സാധനം. എന്റെ മക്കൾ എന്ത് ചെയ്യുക? ഒരു പ്ലാസ്റ്റിക് എടുത്ത് വെള്ളത്തിലിട്ടോക്ക്, അതെന്തായാലും നിങ്ങൾക്ക് പൊന്തിക്കിടക്കുന്നതേ കാണാൻ പറ്റും. അതേ സമയത്ത് ഒരു സ്റ്റീലിന്റെ സ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ കല്ലോ വലിയൊരു കോയിനോ അല്ലെങ്കിൽ ഒരു നാണയോ എന്തെങ്കിലും എടുത്തിട്ടോക്ക്, അത് മുങ്ങിക്കിടക്കുക ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് അത് സിങ്ക് ചെയ്യേ ചെയ്യുള്ളൂ. സോ സിങ്കിങ് ആൻഡ് ഫ്ലോട്ടിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഇതാ നോക്കിക്കോ. സ്റ്റോണ്, കോയിന്, അയേണിലൊക്കെ മുങ്ങുന്ന ആളുകളാണ്. മുങ്ങിപ്പോയി ഗൈസ്. അതേ സമയത്ത് പൊങ്ങുന്ന ആളുകളാണ് ആര്? നമ്മുടെ ബലൂണ്, തടിക്കഷ്ണം, പ്ലാസ്റ്റിക്, ഇല, മെഴുക്, ഐസ്. മെഴുകൊക്കെ ഇടയ്ക്ക് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഒഴിച്ചു നോക്കുക. അതെന്ത് ചെയ്യും? പൊന്തിക്കിടക്കേ ചെയ്യുള്ളൂ. ഓയില്, എണ്ണ വെറുതെ വെള്ളത്തിൽ ഒഴിച്ചു നോക്കുക, അത് പൊന്തിക്കിടക്കേ ചെയ്യുള്ളൂ. അങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. റെഡി? അങ്ങനെയാണെങ്കിൽ ഒരു കാറ്റഗറൈസേഷൻ കൂടെ നിങ്ങൾക്ക് ഞാൻ തരാം. താഴെ കൊടുത്ത വസ്തുക്കളെ ലയിക്കുന്നവ ലയിക്കാത്തവ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിൽ ലയിക്കുന്നവ ലയിക്കാത്തവ. നോക്കടാ. പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, കെറോസിന്, കോക്കനട്ട് ഓയിൽ, ഷുഗർ. എങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം? പഞ്ചസാര എടുത്ത് വെള്ളത്തിലിട്ട ലയിക്കുന്നുള്ളത് ആർക്കും പറയാൻ പറ്റുന്ന ആൻസറാ. അപ്പൊ പഞ്ചസാര എന്ന് പറയുന്ന സാധനം ഡിസോൾവ് ചെയ്യുന്ന മനസ്സിലായി. അതേസമയം വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ലയിച്ചു പോവോ? അത് പുറത്തങ്ങനെ പാറിപ്പാറി നടക്കലേ ഉള്ളൂ. ദാറ്റ് മീൻസ് അത് അൺഡിസോൾവ്ഡ് ആണ് എന്ന് പറയാൻ പറ്റും. അതേപോലെ മണ്ണെണ്ണയാണെങ്കിലും മണ്ണെണ്ണ വെള്ളത്തിൽ ഒഴിച്ചു നോക്കുക, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് ലയിക്കില്ല, അതിങ്ങനെ പുറത്തിങ്ങനെ വെറുതെ പാറി നടക്കുകയുള്ളൂ എന്ന് പറയാൻ പറ്റും അല്ലെ? അപ്പൊ ഉപ്പ്, പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, ഷുഗർ ഒക്കെ എന്ത് ചെയ്യും? വെള്ളത്തിൽ ലയിപ്പിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്രത്യക്ഷമായി പോകുന്ന സാധനങ്ങളാണ് സൊല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള എക്സാമ്പിൾ ആണ്, അലീനവയ്ക്കുള്ള എക്സാമ്പിൾ ആണ് ഷുഗർ. ആൻഡ് അതേപോലെ സോൾട്ട്. ഇതൊക്കെ കണ്ടോ ഇടുന്നു, ലയിക്കുന്നു. സിമ്പിൾ. അതാണ് ഡിസോൾവ് ചെയ്യുന്നത്. അതേസമയം കുറച്ച് മണ്ണെടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ കൊണ്ടിട്ട എന്താ അവസ്ഥ? മണ്ണെടുത്ത് വെള്ളത്തിൽ കൊണ്ടിട്ട ജന്മം ചെയ്താൽ അത് അലിയിക്കാൻ പറഞ്ഞാൽ നടപടി ആവില്ല. കാരണം അതെന്താ മക്കളെ? അൺഡിസോൾവ് ആയിട്ടുള്ള അലിയാത്ത ടൈപ്പ് സാധനങ്ങളാണ് അല്ലെ? സോ വാട്ടറിൽ ലയിക്കുന്നതാണ് ഉപ്പ്, പഞ്ചസാര, പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, ബ്ലൂ വിട്രിയോൾ, തുരിശൊക്കെ, ആൻഡ് സാൻഡ്, കെറോസിൻ, കൊറിയാൻഡർ,
കൊറിയാൻഡർ പൗഡർ, കോക്കനട്ട് ഓയിൽ ഒക്കെ പറയുന്നത് വെള്ളത്തിൽ ഇൻസോളബിൾ ആയിട്ടുള്ള ലയിക്കാത്ത സാധനങ്ങളാണെന്ന് പറയാൻ പറ്റും. അപ്പൊ പാർട്ട് 1 കുറെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്തത്. അതൊന്നും മറന്നേ പോരുത്. അടിപൊളിയായിട്ട് നിങ്ങൾ എക്സാമിന് പഠിക്കേണ്ട സാധനങ്ങൾ തന്നെയാണ്. അപ്പൊ എന്റെ മക്കള് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും എല്ലാം അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പൊ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ ലൈവുകളും മാരത്തോണും ഒക്കെ എന്റെ മക്കൾക്ക് വരും. അതെല്ലാം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഉഷാറാക്കുക എക്സാം. ഓൾ ദ വെരി ബെസ്റ്റ് ഡിയേഴ്സ്. നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ. സീ യു ഡിയേഴ്സ്.